കോഴിക്കോട്ട് കുറ്റിക്കാട്ടൂരിൽ 18കാരൻ ഷോക്കേറ്റ് മരിച്ചു. മഴ നനയാതിരിക്കാൻ സമീപത്തെ കടയിൽ കയറി നിന്നപ്പോഴായിരുന്നു അപകടം. തൂണിൽ ഷോക്കുണ്ട് എന്ന് KSEBിയിൽ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന് കടയുടമ പറഞ്ഞു. യുവാവ് മരിച്ചതിന് ശേഷമാണ് വൈദ്യുതി വിച്ഛേദിച്ചത്. അത്യന്തം ദുഃഖകരമായ സംഭവമാണ്. 18 വയസ്സുകാരനാണ് ദാരുണമായി മരിച്ചത്. അതായത് കുറ്റിക്കാട്ടൂരിലെ ഈ കടയുടെ ഈ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് ഈ 18 വയസ്സുകാരൻ മരിച്ചത്. മരിച്ച മുഹമ്മദ് റിജാസിൻ്റെ സ്കൂട്ടറാണിത്. ഈ സ്കൂട്ടർ തകരാറായതിനെ തുടർന്ന് കടയിലേക്ക് കയറ്റി നിർത്തുകയാണ്. രാത്രി ശക്തമായി തന്നെ മഴ പെയ്തിരുന്നു. അപ്പോൾ മഴ നനഞ്ഞിരുന്നു റിജാസ്. അങ്ങനെ ഈ സ്കൂട്ടർ ഇവിടേക്ക് കയറ്റിയിടുന്ന സമയത്ത് ഈ കമ്പിയിൽ പിടിച്ചു. അങ്ങനെയാണ് ഷോക്കേറ്റത്. റിജാസിൻ്റെ സഹോദരൻ കാറിൽ റിജാസിനെ കൂട്ടുന്നതിന് വേണ്ടി വന്നിരുന്നു. പിന്നീട് ഇത് കണ്ട് CPR ഒക്കെ നൽകിയിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അത്യന്തം ദുഃഖകരമായ കാര്യം. കടയുടമയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്താണ് സംഭവിച്ചത്? ഇതുപോലെ ഈ കമ്പിയിൽ ഷോക്കുണ്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നില്ലേ? അതായത് 17-ാം തീയതി വൈകുന്നേരമാണ് ഈ ഷോക്ക് എർത്തടിക്കുക. അതങ്ങനെ തൊടുമ്പോൾ ഒരു എർത്തടി, ഒരു തരിപ്പ്. ആ തരിപ്പ് വന്നപ്പോൾ 17-ാം തീയതി രാത്രി തന്നെ കുറേ പ്രാവശ്യം KSEBിലേക്ക് വിളിച്ച്. അപ്പോൾ KSEBിയിൽ നിന്ന് ഫോൺ എടുത്തില്ല. ഫോൺ അവർക്ക് എൻഗേജ് ആയിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ 18-ാം തീയതി രാവിലെ വീണ്ടും വിളിച്ച് അവരെ ഈ കാര്യങ്ങൾ അറിയിച്ച് എൻ്റെ തൊട്ടടുത്തുള്ള കടയുടമയും വിളിച്ചിട്ട് KSEBിലേക്ക് പരാതിയാക്കിയിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്നലെ KSEBിയിൽ നിന്ന് ഇവിടെ ഒരു 11 മണിക്ക് ഒരാൾ വന്ന് ഒക്കെ നോക്കിയതിന് ശേഷം പറഞ്ഞ് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കൺസ്യൂമർ നമ്പർ എടുത്ത് കൺസ്യൂമർ നമ്പർ അടക്കം നിങ്ങളെ പരാതി വീണ്ടും ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ആൾ വരും എന്ന് പറഞ്ഞ് അവർ പോയിട്ടുള്ളതാണ്. പിന്നെ രാത്രി ഇവന് ഷോക്കടിച്ച് മരിക്കുന്നത് വരെ ആരും ഇവിടേക്ക് എത്തിയിട്ടില്ല. അതിന് ശേഷമാണ് പിന്നെ ഈ ലൈൻ കട്ടാക്കുന്നത്. ഇതിന് ശേഷം വന്നിട്ട് ലൈൻ കട്ട് ചെയ്തു എന്നല്ലാതെ ഇത് പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല. ഇല്ല, ഉണ്ടായിട്ടില്ല. നിങ്ങളൊക്കെ ഇവിടെയുള്ള ആളുകൾ തന്നെയല്ലേ? എന്താണ് ഈ സംഭവത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്? വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു മനുഷ്യൻ്റെ ജീവൻ പൊലിയുന്നത് വരെ ഇവർ ഈ അനാസ്ഥ തുടർന്നു. അതിനുശേഷം ആ കുട്ടി മരിച്ചു എന്നുള്ള വിവരം അവരറിഞ്ഞതിന് ശേഷം വന്നിട്ട് പിന്നീട് പുലർച്ചെ സമയത്താണ് ഇവർ ഇത് ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നിരുത്തരവാദപരമായ സമീപനം തുടർന്നിട്ടുള്ള ഈ KSEBിയിലെ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്കിവിടെ ആവശ്യപ്പെടാൻ. ഈ KSEBിയുടെ ലൈൻ കടന്നു പോകുന്ന സ്ഥലത്തൊക്കെ മാവിൻ്റെ ശിഖരങ്ങൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അത് വെട്ടിമാറ്റുന്നതിനുള്ള നടപടികളൊന്നും തന്നെ KSEB ഈ മഴക്കാലം ആയിട്ട് പോലും KSEB സ്വീകരിച്ചിട്ടില്ല എന്ന പരാതി തന്നെയാണ് ഇവരെല്ലാവർക്കും ഉള്ളത്.